Hello and welcome to Surya Simple English. Today, what we are going to try are some simple sentences using I am. നമ്മുടെ കോമൻറ്റ് സെക്ഷൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ പലപ്പോഴും ഈ ഐ ആം സെൻറ്റൻസ് സ്ട്രക്ചറിലുള്ള കുറേ കൺഫ്യൂഷൻസ് കാണാറുണ്ട്. സോ അതിനെ ബേസ് ചെയ്ത് കുറച്ച് ശരിക്കും റിയലിസ്റ്റിക് ആയിട്ട് ഇപ്പോൾ കറണ്ട് സാഹചര്യത്തിൽ ഐ ആം ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസസ്. സോ വി വിൽ ബോത്ത് ടേക്ക് ടേൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോന്നോരോന്നായിട്ട് ചെയ്യും. നമ്മൾ രണ്ടുപേരും ചെയ്യും. സോ വിൽ ടേക്ക് ടേൺസ്. ഐ ആം ഫീലിംഗ് വെരി ഫ്രഷ്. അതിൻ്റെ അർത്ഥവും കൂടി ഞാൻ പറഞ്ഞു തരാം. ഞാൻ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുവാണെന്ന് ഇപ്പോൾ. സോ എനിക്ക് ആ ഒരു ഫ്രഷ് ഫീലിംഗ് ഉണ്ട്. ഐ ആം ഫീലിംഗ് വെരി ഫ്രഷ്. I am wearing shoes. She is wearing shoes. Okay. I am sitting by the river. I am sitting by the river. എന്താണ്? റിവറിൻ്റെ അരികിലാണ് ഇരിക്കുന്നത്. I am plucking grass. That's an activity. I am plucking grass. Okay. I am thinking about a book. ഞാനൊരു പുസ്തകത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. I am speaking in the mic. ഷീ ഈസ് സ്പീക്കിംഗ് ഇൻ ദ മൈക്ക് എന്ന് പറഞ്ഞാൽ മൈക്കിൽ സംസാരിക്കുന്നു. നമ്മളിപ്പോൾ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുവാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ അതെല്ലാം നമ്മളിപ്പം പ്രസൻറ്റ് ടെൻസിലല്ലേ പറഞ്ഞേ. ഐ ആം സിറ്റിംഗ്, ഐ ആം സ്പീക്കിംഗ്, ഐ ആം പ്ലക്കിംഗ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഐ ആം വെച്ച് പറയുകയാണെങ്കിലോ, ഐ എം ഗോയിങ് ടു ഗോ ടു ദ സിറ്റി. ഐ എം ഗോയിങ് ടു ഗോ, അതായത് ഞാൻ പോവുകയാണ്. I am going to become a singer. അത് വളരെ ലോങ് ടേം ആയിട്ടുള്ളൊരു പ്ലാനാണ്. ഐ എം ഗോയിങ് ബാക്ക് ടു ഇന്ത്യ ഇൻ എ കപ്പിൾ ഓഫ് ഡേയ്സ്. അതായത് ഞാൻ ഇന്ത്യയിലേക്ക് 1-2 ദിവസത്തിന് ശേഷം പോവുകയാണ്. ഐ എം ഗോയിങ് ടു ഗോ ടു ഇന്ത്യ ഇൻ എ കപ്പിൾ ഓഫ് ഡേയ്സ്. I am going horse riding. Okay, I am going horse riding. Okay. I am going to sleep late tonight. ഇന്ന് ഞാൻ വൈകിയേ ഉറങ്ങത്തുള്ളൂ. I am going to sleep late tonight. I am going to cook dinner tonight. I don't think so. She's saying, she's going to cook dinner tonight. Never gonna happen. Never gonna happen എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന്. ഓക്കെ. The next one is I will be doing more simple English videos later. I will be doing പിന്നീട് കുറച്ച് കൂടുതൽ സിമ്പിൾ ഇംഗ്ലീഷ് വീഡിയോസ് ഉണ്ടാക്കും. By later she means around 50 seconds. Okay, your turn now. I will be removing my shoes. Okay, you will be removing your shoes. So ഇങ്ങനെയാണ് ഐ ആം പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ. കുറച്ച് കഴിഞ്ഞ് ചെയ്യുന്നുണ്ടെങ്കിൽ we'll say something else. ആൻഡ് കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ സെൻറ്റൻസസ് ഒക്കെ ഉപയോഗിക്കാം. ഈ സെൻറ്റൻസസ് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ ആപ്ലിക്കബിൾ ആണ്. കാരണം നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മൾ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ ഞാൻ വീട്ടിൽ പോവാണ്, അതിന് ശേഷം ഞാൻ കുക്ക് ചെയ്യും. ഐ വിൽ ബി കുക്കിംഗ് ലേറ്റർ ഇൻ ദി ഈവനിങ്. അല്ലെങ്കിൽ ഐ വിൽ ബി ടീച്ചിങ് ചിൽഡ്രൻ, ഐ വിൽ ബി വാച്ചിങ് TV. അത് നമ്മൾ പിന്നീട് ചെയ്യും എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് സ്കൂളിൽ നിന്നാണെങ്കിലും കോളേജിൽ നിന്നാണെങ്കിലും ഓഫീസിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് പോകുമ്പോൾ ആൾക്കാരോട് പറയാം, ഇന്ന് ഈവനിങ് ഐ വിൽ ബി ഡൂയിങ് സംതിങ്. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിൽ. പിന്നെ ഐ ആം ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ് നൗ, അദ്വിക? I am sitting next to the river. സോ ഷീ ഈസ് സിറ്റിംഗ്. അപ്പം ഐ ആം അല്ലേ. വാട്ട് വിൽ യു ഡു ലേറ്റർ, അദ്വിക? I will be going to the Sound of Music castle. ഓക്കെ. സോ ഐ വിൽ ബി ഉപയോഗിക്കുന്നത് നമ്മൾ പിന്നീട് ചെയ്യും എന്നുള്ളൊരു കാര്യമായതുകൊണ്ടാണ്. സോ ഐ ആം, ഐ വിൽ ബി നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രയോഗങ്ങളാണ്. ബിക്കോസ് നമ്മൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കില്ലേ. സോ ഇന്ന് നമ്മൾ സംസാരിച്ചതൊന്ന് എഴുതി വെക്കുക ആൻഡ് ട്രൈ യൂസിങ് ഇറ്റ് ഇൻ യുവർ ഡേ ടു ഡേ ലൈഫ്. ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതിൽ ഒരു 2-3 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റിയാൽ മതി. ഈ 2-3 സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ശരിക്കും നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏതാണ്, ആ സെൻറ്റൻസ് നമ്മൾ ഉപയോഗിച്ച് ശീലിച്ചാൽ മതി. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന്. പക്ഷേ ഇത് എഴുതി വയ്ക്കുകയും
ഇത് ശരിക്കും പറഞ്ഞു നോക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. സോ ഡു ദാറ്റ്. Keep watching Surya Simple English and do also follow me on on Instagram. We're going to sit here for a little while. It's lovely weather. Goodbye. Bye.